നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ BNS അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയുടെ 8ാമത്തെ ക്ലാസ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട്, കഴിഞ്ഞ 7 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ BNSന്റെ 2 പ്രധാനപ്പെട്ട സിലബസിലെ ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തു. അപ്പോൾ ഇന്നു മുതൽ പുതിയൊരു ടോപ്പിക്കാണെന്ന് പറയുമ്പോൾ മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട, സ്ഥിരമായി PSCയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരുപാട് മേഖലകൾ, ഒരുപാട് സെക്ഷൻസ് അടങ്ങിയിട്ടുള്ള ഒരു പോർഷനാണ് നമ്മുടെ ഈ പറയുന്ന മനുഷ്യ ശരീരത്തിനെ ബാധിക്കുന്ന കുറ്റകൃത്യങ്ങൾ. അപ്പൊ നമുക്ക് എന്തായാലും ഈ ക്ലാസ്സിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. അപ്പോ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഭയങ്കര ക്രൂവലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറയുമ്പോൾ കുത്ത്, കൊല, വെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, ഇതൊക്കെ പഠിച്ചേ പറ്റത്തുള്ളൂ. കാര്യം നമ്മളൊക്കെ പോലീസുകാരാവാൻ പോകുന്നതാണ് അല്ലെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എന്ത് പഠിച്ചാലും അതൊരു നമ്മുടെ ഈ ഡെയിലി ലൈഫിൽ നമ്മൾ കേൾക്കുന്ന കേസുകളും പത്രത്തിൽ വായിക്കുന്ന കുറ്റകൃത്യങ്ങളും ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് നമ്മളാണ് അവിടെ ഒരു പോലീസുകാരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, നമ്മൾ അവിടെ എന്ത് ആക്ഷൻ എടുക്കും, ഇങ്ങനെ ഒരു കുറ്റകൃത്യം നമ്മൾ കേട്ടാൽ അവൻ എന്ത് ശിക്ഷയാണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ മൈൻഡിൽ ചിന്തിച്ച് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക, സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഒഫൻസസ് അഗെയിൻസ്റ്റ് ഹ്യൂമൻ ബോഡി അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിനെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ആദ്യമായി പഠിക്കാൻ പോകുന്നതാണ് കുറ്റകരമായ നരഹത്യ. എന്താണ് കുറ്റകരമായ നരഹത്യ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ് എന്ന് പറയും. എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യ? നമുക്കൊന്ന് നോക്കാം. മരണമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടെ കുറ്റകരമായ നരഹത്യയെ കുറിച്ചാണ് പറയുന്നത്. സെക്ഷൻ 100 ആണ് കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 100 തൊട്ടാണ്. 100 തൊട്ട് നമുക്ക് പഠിച്ചാൽ മതി. അപ്പൊ എന്താണ് ഈ പറയുന്ന കുറ്റകരമായ നരഹത്യ? മരണമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തി, അല്ലെങ്കിൽ മരണമുണ്ടാക്കുന്ന ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ മരണം സംഭവിപ്പിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് മരണപ്പെടുത്തുകയോ ചെയ്യുന്നത് കുറ്റകരമായ നരഹത്യയാണ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് നമ്മുടെ കൊലപാതകം ഉണ്ടല്ലോ, കൊലപാതകത്തിന്റെ അനിയനാണ് കുറ്റകരമായ നരഹത്യം. കൊലപാതകത്തിന്റെ തൊട്ട് അനിയനാണ് കുറ്റകരമായ നരഹത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളെ മരണം ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരാളെ കൊല്ലുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പ്രവൃത്തി ചെയ്യുകയാണ്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശാരീരിക പീഡനങ്ങൾ എന്ന് വെച്ചാൽ അവനെ എന്ത് ചെയ്യുന്നു, കമ്പെടുത്ത് അടിക്കുന്നു അല്ലെങ്കിൽ കമ്പെടുത്ത് അടിക്കുന്നു, അങ്ങനെ എന്ത് ചെയ്യാണ്, കൊല്ലുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടുകൂടി നമ്മൾ എന്ത് ചെയ്യാണ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ ഒരു പദ്ധതി ആസൂത്രണം ചെയ്യണം. അവ ഇങ്ങനെ വരാൻ നേരത്തെ അവനെ എന്ത് ചെയ്യുക, തലക്കടിച്ച് വീഴ്ത്തി അവനെ ചവിട്ടി കൊല്ലുക, അങ്ങനെ എന്ത് ചെയ്യുന്നു, പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്യുകയാണ്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ മരണപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് കുറ്റകരമായ നരഹത്യയാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഒരാളെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ശാരീരികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ശാരീരികമായിട്ട് വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തി മറ്റൊരു വ്യക്തിക്ക് മരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കാരണം പ്രസ്തുത വ്യക്തിക്ക് മരണം ഉണ്ടായാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്, കുറ്റകരമായ നരഹത്യ അല്ലെങ്കിൽ കൾപ്പബിൾ ഹോമിസൈഡ്. അപ്പോ കുറ്റകരമായ നരഹത്യയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിത അല്ലെങ്കിൽ BNSലെ വകുപ്പ് ചോദിച്ചാൽ അത് നിങ്ങൾ ഇനി എന്ത് പറയണം? BNSലെ സെക്ഷൻ 100 ആണെന്ന് പറയുക. കുറ്റകരമായ നരഹത്യ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. പഠിച്ചു തന്നെ കൂടെ പോവുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് സെക്ഷൻ 101 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഞാൻ പറഞ്ഞു കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്നത് എന്താണ്? കൊലപാതകത്തിന്റെ അനിയനാണ് കുറ്റകരമായ നരഹത്യ അല്ലെ. അപ്പൊ എന്താണ് സെക്ഷൻ 101? കൊലപാതകം. ഓക്കെ, അപ്പോ സെക്ഷൻ 100 എന്ന് പറഞ്ഞാൽ കുറ്റകരമായ നരഹത്യ. അടുത്ത സെക്ഷൻ 101 എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലപാതകം അല്ലെങ്കിൽ മർഡർ. എന്താണ് ഇതിനകത്ത് പറയുന്നത്? ഏതെങ്കിലും ഒരു വ്യക്തിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കുകയും മറ്റേതെങ്കിലും തരത്തിൽ ആ വ്യക്തിക്ക് ജീവഹാനി സംഭവിപ്പിക്കത്തക്ക വിധം പരിക്കുകൾ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്ന വ്യക്തി ആ വ്യക്തിയെ മരണത്തിലോട്ട് നയിക്കുകയും അങ്ങനെ ഒരു കുറ്റം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കൊലപാതകം കുറ്റം ചെയ്യുന്നതായിട്ടാണ് കണക്കാക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ശാരീരികമായോ മാനസികമായോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മറ്റേതെങ്കിലും തരത്തിൽ ആ വ്യക്തിക്ക് മരണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തിൽ എന്ത് ചെയ്യുക, പരിക്കുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി എന്ത് ചെയ്യുന്നു, മരണത്തിലേക്ക് നയിച്ചാൽ അതെന്താണ്, കൊലപാതകമാണ്. നമുക്ക് ഈ കൾപ്പബിൾ ഹോമിസൈഡും കൊലപാതകവും ഏകദേശം ഒരുപോലെ തോന്നും, പക്ഷെ രണ്ടും രണ്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ കുറ്റകരമായ നരഹത്യ ഏതാണോ എന്ന് ചോദിച്ചാൽ അതെന്ത് ചെയ്യുക, സെക്ഷൻ 100 ആണെന്ന് പറയുക. കൊലപാതകം, ഈ കൊലപാതകമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കൊലപാതകം ഏത് സെക്ഷനുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത് സെക്ഷൻ 101 ആണ്. അപ്പൊ ഇതിന്റെയൊക്കെ BNSന്റെ വെർഷൻ നമുക്കറിയാം.
ഞാൻ ഇതിനകത്ത് BNS കൂടി എടുത്ത് ഇടുന്നില്ല. കാര്യം നിങ്ങൾക്ക് അത് എല്ലാം കൂടി അവസാനം നമ്മുടെ അവിയൽ വരുവതിലായപ്പോ അതുകൊണ്ട് ഞാൻ BNS എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി BNS അല്ല IPC എന്ത് ചെയ്യുന്നു, കംപ്ലീറ്റ്ലി അങ്ങ് എടുത്ത് കളയുകയാണ്. നമുക്ക് IPC വേണ്ട. ഓക്കെ, അപ്പൊ 100 പറഞ്ഞു, സിമ്പിൾ ആണ്, കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെ, കൾപ്പബിൾ ഹോമിസൈഡ്, CH കൾപ്പബിൾ ഹോമിസൈഡ്. അടുത്ത് എന്താണ് 101 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് മർഡർ ആണ് അല്ലെ, മർഡർ അല്ലെങ്കിൽ കൊലപാതകം. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് 102. 102 എന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം എന്നറിയാമോ? മരണം ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാകുന്ന നരഹത്യ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഇതിപ്പോ ഇവിടെ നമുക്കിപ്പോ A എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അതുപോലെ തന്നെ B ഉണ്ട്, ബിയുടെ കൂട്ടുകാരനാണ് C എന്ന് പറയുന്നത്. അപ്പൊ എയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാണ്? ബിയെ കൊല്ലുക എന്ന് പറയുന്നതാണ് എയുടെ ലക്ഷ്യം. അപ്പൊ എന്ത് ചെയ്യുന്നു? സാധാരണ B രാത്രിയാകുമ്പോൾ നടന്നു വരുന്ന ഒരു വഴിയുണ്ട്. അപ്പൊ ആ വഴി കൂടി എന്ത് ചെയ്യാണ്? എക്കറിയാം B എന്ത് ചെയ്യുന്നുണ്ട്, ഈ വഴിയെ നടന്നു വരും, എന്നും ഈ വഴിയെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന B എന്ന് പറയുന്ന വ്യക്തി ഒറ്റയ്ക്ക് നടന്നു വരുമെന്ന് ആർക്കറിയാം? എക്കറിയാം അല്ലെ. അപ്പൊ ഒറ്റയ്ക്ക് വരുന്ന വഴിയിൽ വെച്ചിട്ട് ബിയെ തട്ടാൻ വേണ്ടിയിട്ടാണ് എ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഈ എന്താ പറയാ, സിയുടെ കാലക്കേട് കൊണ്ട് ഒരു ദിവസം ഈ B വരുന്ന വഴിയെ വന്നത് ആരാണ്? C ആണ് വന്നത്. മനസ്സിലായില്ലേ? എന്ന് വെച്ചാല് കൊല്ലാൻ ഉദ്ദേശിച്ച ആളിന് പകരം മറ്റൊരാളാണ് എന്ത് ചെയ്യുന്നത്, ആ വഴി വരുന്നത്. അപ്പൊ ഇരുട്ടാണ്, ഒന്നും കണ്ടുകൂടാ. അപ്പൊ എന്ത് ചെയ്യുന്നു, എ വിചാരിക്കുന്നത് ആരാണ്? B ആണെന്ന് വിചാരിച്ചുകൊണ്ട് പാവപ്പെട്ട സിയെ എന്ത് ചെയ്യുന്നു, കൊല്ലുന്നു. ഓക്കെ, അതാണ് സംഭവം. എന്ന് വെച്ചാൽ ആള് മാറി കൊല്ലുക എന്ന് നമ്മൾ പറയും. അപ്പൊ മരണം ഉദ്ദേശിച്ച വ്യക്തി അല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമായേക്കാവുന്ന നരഹത്യയാണെന്നുണ്ടെങ്കിൽ അത് പറയുന്നത് എന്താണ്? 102 ആണെന്ന് മനസ്സിലാവാം. അപ്പൊ അതിനെ സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് ആ സെക്ഷനിൽ തന്നെ നമുക്കൊരു ക്ലൂ വരുന്നുണ്ട്. എന്താണ്? 102 അല്ലേ. നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്തവനെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് കൊല്ലാനായിട്ട്. പക്ഷെ കൊന്നതാരെയാണ്? രണ്ടാമത്തവനെയാണ് കൊന്നത് അല്ലെ. ഒന്നാമത്തെ വ്യക്തിയെ നമ്മൾ ഉദ്ദേശിച്ചു, പക്ഷെ കൊന്നതാരെയാണ്? രണ്ടാമത്തെ വ്യക്തിയാണ് നമ്മൾ കൊന്നത് അല്ലെ. ഒന്നാമത്തെ വ്യക്തിയെ ഉദ്ദേശിച്ചു, പക്ഷെ ഒന്നാമത്തെ വ്യക്തിയെ നമുക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല. നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ വ്യക്തിയെ കൊന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആറുമാറി കൊലപാതകം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സെക്ഷൻ 102മായി ബന്ധപ്പെട്ടിരിക്കുന്നു. സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ഒരു ഡെഫിനിഷനകത്ത് പറയുന്ന കാര്യം. അത് തന്നെയാണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇത്രയും കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു 100 എന്ന് പറഞ്ഞാൽ എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ. 101 എന്ന് പറഞ്ഞാൽ എന്താണ്? മർഡർ, കൊലപാതകം. 102 എന്ന് പറഞ്ഞാൽ എന്താണ്? ആള് മാറിക്കൊല്ലുക അല്ലെ, ആള് മാറിക്കൊല്ലുന്നതാണ് 102. ഇനി നമുക്ക് നോക്കാനുള്ളത് 103 ആണ്. 103ാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുന്നേ കോഴ്സ് ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നുകൂടി നിങ്ങൾക്ക്, അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് ടൈം കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? ഇത്രയും വേഗം ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ പറയുന്ന പോലീസിന്റെ ബാക്കി വരുന്ന ക്ലാസ്സുകൾ, ഓക്കെ, എന്നുവെച്ചാൽ ഇതിന് ശേഷം വരുന്ന ക്ലാസ്സുകളെല്ലാം നമ്മുടെ ഈ പറയുന്ന ബാച്ചിനകത്തായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ബാക്കി ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇനിയുള്ള ക്ലാസ്സുകൾ നമ്മുടെ ബാച്ചിനകത്തായിരിക്കും ഉണ്ടാവുക. സോ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ ബാക്കി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഫോഴ്സ് ബാച്ചിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസും എക്സൈസും ഫയർഫോഴ്സും ബീറ്റും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 999 രൂപയാണ് പേയ്മെന്റ്. അഥവാ നിങ്ങൾക്ക് ഇപ്പോൾ പോലീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണ്. അപ്പോൾ CPOയുടെയും WCPOയുടെയും നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ബാക്കിയുള്ള ക്ലാസ്സുകളും എക്സാംസും നോട്ടുകളും മോക്ക് ടെസ്റ്റുകളും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. 600 രൂപയാണ് പേയ്മെന്റ്. പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഞാൻ. 996111699272 എന്ന് പറയുന്ന നമ്പറിൽ എന്ത് ചെയ്താൽ മതി? പേയ്മെന്റ് ചെയ്തിട്ട് അതേ നമ്പറിൽ തന്നെ എന്ത് ചെയ്യുക? പേയ്മെന്റിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിൽ അയച്ചു തരിക. അപ്പൊ നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നിങ്ങൾക്ക് വീക്കിലി ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും ഡോക്ടർ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഇതിന്റെ ബാക്കി വരുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ ഈ പറയുന്ന ബാച്ചിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെയൊക്കെ PDF ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിനകത്ത് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത് ബാക്കി ക്ലാസ്സുകൾ പഠിച്ചെടുക്കുക. ഓക്കെ, അപ്പൊ നമുക്കിനി നോക്കാൻ നമ്മുടെ 102 വരെയുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് 103. അപ്പൊ മക്കളെ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, ക്ലിയർ ആയിട്ട് കൂടെ തന്നെ പിടിക്കുക. 100ാമത്തെ ഭാഗം കൾപ്പബിൾ ഹോമിസൈഡ്. 101 ഞാൻ പറഞ്ഞു. എന്താണ് 101ാമത്തെ വകുപ്പ്? എന്താണ്? അത് മർഡർ ആണ്, കൊലപാതകമാണ്. 102 എന്താണ്? 102 ഞാൻ പറഞ്ഞു, അത് ആള് മാറി കൊല്ലുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 103 എന്താണ്? നമ്മൾ ഈ പറഞ്ഞ 101 കൊലപാതകം ഇല്ലേ? ഈ കൊലപാതകത്തിന്റെ ശിക്ഷയാണ് 103 എന്ന് പറയുന്നത്. കൊലപാതകത്തിന്റെ ശിക്ഷയാണ് 103. ക്ലിയർ അല്ലേ? കൊലപാതകത്തിന്റെ ശിക്ഷയാണ് 103. 101ന്റെ ശിക്ഷയാണ് 103. അപ്പൊ ഞാൻ പറഞ്ഞു കൊലപാതകത്തിനുള്ള ശിക്ഷ, പണിഷ്മെന്റ് ഫോർ മർഡർ. എന്താണ് കൊലപാതകത്തിന്റെ ശിക്ഷ എന്നറിയാമോ? കൊലപാതകം നടത്തുന്ന ഏതൊരു വ്യക്തിയും ഏത് വിധേയമുള്ള കൊലപാതകമാണെങ്കിലും സെക്ഷൻ 103 പ്രകാരമുള്ള മരണശിക്ഷയ്ക്കോ ജീവപര്യന്തം തടവോ നൽകി ശിക്ഷിക്കപ്പെടാവുന്നതും കൂടാതെ പിഴ ശിക്ഷയ്ക്കും അർഹനാണ്. എന്ന് പറഞ്ഞാല് ഏത് തരത്തിലുള്ള കൊലപാതകമാണെങ്കിലും, അതിപ്പോ കൾപ്പബിൾ ഹോമിസൈഡ് ആണെങ്കിലും, എന്നുവെച്ചാല് കുറ്റകരമായ നരഹത്യ ആണെങ്കിലും,
കൊലപാതകമാണെങ്കിലും ആളുമാറി കൊല്ലുന്നതാണെങ്കിലും ഒക്കെ എന്ത് തന്നെയാണ്? കൊലപാതകം തന്നെയാണ്. ഈ പറയുന്ന കൊലപാതകവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏത് തരത്തിലുള്ള വകുപ്പാണെങ്കിലും അതിന്റെ ശിക്ഷ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒന്നില പ്രസ്തുത വ്യക്തിക്ക് നമ്മൾ എന്ത് കൊടുക്കുന്നു? മരണശിക്ഷ കൊടുക്കുന്നു, വധശിക്ഷ കൊടുക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അവന് നമ്മൾ ജീവപര്യന്തം തടവ് കൊടുക്കുന്നു. അതുമല്ല എന്നുണ്ടെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? പിഴ ശിക്ഷ നൽകിക്കൊണ്ട് ശിക്ഷിക്കാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 103-ാമത്തെ ശിക്ഷ വകുപ്പ് അല്ലെങ്കിൽ കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് 101 ഞാൻ പറഞ്ഞു എന്താണ്? 100 പറഞ്ഞു എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ്. 101 എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ് പറഞ്ഞിട്ട് മർഡർ ആണ്, കൊലപാതകമാണ്. 102 എന്താണ്? ഒന്നാമത്തവനെ കൊല്ലാൻ ഉദ്ദേശിച്ചു പക്ഷെ മരിച്ചതാരാണ്? രണ്ടാമത്തെ വ്യക്തിയാണ്. ദാറ്റ് മീൻസ് കൾപ്പബിൾ അല്ല, അവിടെ ആള് മാറി കൊല്ലുന്ന ഒരു വകുപ്പാണ് അല്ലെ. പിന്നെ പറഞ്ഞ എന്താണ്? 103 103 എന്താണ് പറയുന്നത്? കൊലപാതകത്തിനുള്ള ശിക്ഷ അല്ലെങ്കിൽ പണിഷ്മെന്റ് ഫോർ എ മർഡർ. അപ്പൊ ഇത്രയും കാര്യത്തിൽ ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്ലിയർ ആണ്, ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമുക്കിനി നോക്കാനുള്ളത് 103-2. ഈ 103-2 നമുക്ക് IPC-യിൽ നിന്ന് BNS-ലോട്ട് വന്നപ്പോ നമുക്ക് കിട്ടിയ പുതിയൊരു അതിഥിയാണ് നമ്മുടെ 103-2. എന്താണ് ഈ 103-2 എന്നറിയാമോ? അതാണ് മോബ് ലിഞ്ചിങ് എന്ന് പറയും. മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയും. എന്താണ്? ആൾക്കൂട്ട ആക്രമണം. ഇതിനകത്ത് പറയുന്നത് 5 അതിലധികം വ്യക്തികളുടെ അല്ലെങ്കിൽ വ്യക്തികളുള്ള ഒരു സംഘം അല്ലെങ്കിൽ ഒരു വംശം, ജാതി അല്ലെങ്കിൽ സമൂഹം, ലിംഗഭേദം അല്ലെങ്കിൽ ജനനസ്ഥലം, ഭാഷ, വ്യക്തിപരമായ വിശ്വാസം അല്ലെങ്കിൽ സമാനമായ മറ്റേതെങ്കിലും കാരണത്താൽ ഒരു കൊലപാതകം നടത്തുമ്പോൾ ആ ഗ്രൂപ്പിലെ ഓരോ അംഗത്തിനും വധശിക്ഷയോ ജീവപര്യന്തം തടവോ നൽകിക്കൊണ്ട് ശിക്ഷിക്കാവുന്നതാണ്. കൂടാതെ പിഴയും ലഭിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ ഏതെങ്കിലും ഒരു സമൂഹം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ജാതി സമൂഹമായിക്കോട്ടെ, ഒരു മതസമൂഹമായിക്കോട്ടെ, ഏതെങ്കിലും ലിംഗ സമൂഹമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ജനനസ്ഥലവും ഭാഷയും വ്യക്തിപരമായിട്ടുള്ള വിശ്വാസവും അല്ലെങ്കിൽ ഏതെങ്കിലും എന്ത് കാര്യമായിക്കോട്ടെ, ഒരു 5 അതിലധികമോ, ശ്രദ്ധിക്കേണ്ട നമ്പർ അവിടെ എന്താണ്? 5 അതിലധികമോ ആളുകൾ ചേർന്നുകൊണ്ട് ഒരു കൊലപാതകം നടത്തിയാൽ ആ ഒരു കൊലപാതകം നടത്തുന്ന ഓരോ വ്യക്തിയും എന്താണ്? ആ കൊലപാതകം സിംഗിൾ ആയിട്ട് 5 പേര് കൊലപാതകം നടത്തുന്നുണ്ട് അല്ലെ, കൂട്ടം ചേർന്ന് ആക്രമിക്കുകയാണ്. അതാണ് ആൾക്കൂട്ട ആക്രമണം അവിടെ നടക്കുകയാണ്. ഈ പറയുന്ന മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണം നടന്നുകൊണ്ട് അവിടെ ഒരു കൊലപാതകം നടന്നാൽ ഈ പറയുന്ന ഓരോ വ്യക്തിയും എന്താണ്? കൊലപാതകം ചെയ്തതായി കണക്കാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്കും എന്ത് ലഭിക്കും? വധശിക്ഷയും ജീവപര്യന്തമോ, വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലാന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും? പിഴയോ ലഭിക്കുന്നതാണ്. ഇതിന്റെ കൂടെ പിഴയും ലഭിക്കുന്നതാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ നമുക്കിപ്പോ 5 വ്യക്തികളുണ്ട് അല്ലെ, 5 കൂടെ 6 വ്യക്തികളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 5 അതിലധികമോ വ്യക്തികൾ ചേർന്നുകൊണ്ട് ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു? കൊലപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഓരോ വ്യക്തിയും ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ വ്യക്തിയും എന്താണ്? കൊലപാതകം ചെയ്തതായി കണക്കാക്കിക്കൊണ്ട് ഓരോ വ്യക്തിക്കും എന്ത് ലഭിക്കും? വധശിക്ഷയോ ജീവപര്യന്തമോ അല്ലെങ്കിൽ അതിന്റെ കൂടെ തന്നെ എന്തും കിട്ടും? പിഴശിക്ഷയും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ആൾക്കൂട്ട ആക്രമണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന BNS-ന്റെ വകുപ്പ് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 103-2 എന്ന് പറയും. അപ്പൊ എന്താണ് 103 എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലപാതകത്തിനുള്ള ശിക്ഷ. 103-2 എന്ന് പറഞ്ഞാൽ എന്താണ്? മോബ് ലിഞ്ചിങ്. ആ വാക്ക് പഠിച്ചു വെച്ചേക്കാം. മോബ് ലിഞ്ചിങ്. ചിലപ്പോ ഇതിന്റെ ട്രാൻസ്ലേഷൻ ചോദിക്കും. മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണം. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് 103-2 എന്ന് പറയുന്നത്. ഇത്രയും കാര്യത്തിൽ ഡൗട്ട് ഇല്ല, ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് 104 ആണ്. 104. അപ്പോ ഒന്നും കൂടി നമ്മൾ തുടക്കത്തിൽ നിന്ന് വരെയാണ്. അപ്പൊ ഞാൻ ഈ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത്രയും ക്ലിയർ ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ കയറുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക? നിങ്ങളുടെ റെസ്പോൺസ് നിങ്ങൾ അത് കമന്റ് ബോക്സിൽ കമന്റുകളായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വകുപ്പിലേക്ക് കിടക്കാം. 104 എന്താണ് പറയുന്നതെന്ന് അറിയാമോ? ജീവപര്യന്തം തടവിനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയാണ്. എന്താണ്? ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന് വെച്ചാല് ഒരു വ്യക്തി ഇപ്പൊ എന്ത് ചെയ്യുന്നു? ജീവപര്യന്തത്തിന് അവനെ വിധിക്കുകയാണ്. അപ്പൊ ജീവപര്യന്തത്തിന് വിധിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിധിച്ച് അവന് പരോള് കിട്ടുന്ന സമയത്തോ അവൻ ജയിലിനകത്ത് ആയിരിക്കുന്ന സമയത്തോ തന്നെ അവൻ വീണ്ടും ഒരു കൊലപാതകം ചെയ്യുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ IPC-യിൽ ഒറ്റ ശിക്ഷയേ ഉള്ളൂ. എന്താണ്? അവനെ അങ്ങ് തട്ടിക്കളയുക, അവനെ നേരിട്ട് മരണശിക്ഷയ്ക്ക് വിധേയനാക്കുക. പക്ഷെ BNS-ലോട്ട് വന്നപ്പോൾ കുറച്ച് ദയവ് കാണിച്ചെന്ന് തോന്നുന്നു. എന്താണ് കാര്യം എന്നറിയാമോ? ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി കൊലപാതകം ചെയ്താൽ പ്രസ്തുത വ്യക്തിക്ക് മരണശിക്ഷയോ അല്ലെങ്കിൽ വ്യക്തിയുടെ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിച്ച കാലയളവ് വരെ ആവുന്ന ജീവപര്യന്തം ശിക്ഷയോ ലഭിക്കുന്നതായിരിക്കും. ദാറ്റ് മീൻസ് അവിടെ നമ്മുടെ IPC ആയിരുന്ന സമയത്ത് ഒരു ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു വ്യക്തി ഒരു കൊലപാതകം ചെയ്താൽ അവനെ നേരിട്ട് എന്ത് ചെയ്യും? തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ മരണശിക്ഷയ്ക്ക് വിധേയമാക്കും. പക്ഷെ BNS-ലോട്ട് വന്നപ്പോഴത്തേക്കും ജീവപര്യന്തം തടവിൽ വിധിക്കപ്പെട്ട ഒരു വ്യക്തി
കൊലപാതകം ചെയ്താൽ അയാളെ ഒന്നിൽ എന്ത് ചെയ്യും, നമ്മൾ മരണശിക്ഷയ്ക്ക് വിധേയമാക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവന്റെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ എവിടെ കിടക്കേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഈ പറയുന്ന 104ന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയുന്നു, 100 എന്ന് പറഞ്ഞാൽ എന്താണ്, കൾപ്പബിൾ ഹോമിസൈഡ്, കുറ്റകരമായ നരഹത്യ. കൂടെ പറയുക. 101 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകം. 102 എന്ന് പറഞ്ഞാൽ എന്താണ്, ആള് മാറിക്കൊല്ലുക. 103 എന്ന് പറഞ്ഞാൽ എന്താണ്, കൊലപാതകങ്ങളുള്ള ശിക്ഷയിൽ, അതിപ്പോ 100 ആയിക്കോട്ടെ, 101 ആയിക്കോട്ടെ, 102 ആയിക്കോട്ടെ, കൊലപാതകത്തിനുള്ള ശിക്ഷയാണെങ്കിൽ അതെന്താണ്, 103 103-ൽ 2 നമ്മൾ പറഞ്ഞു, സബ്ക്ലോസ് 2 പറഞ്ഞു, എന്താണ്, മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണം എന്ന് പറഞ്ഞു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു 104. എന്താണ് 104? ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു, വീണ്ടും ഒരു കൊലപാതക കുറ്റം ചെയ്താൽ അയാളെ നമ്മൾ ഒന്നിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ, ശേഷിക്കുന്ന മുഴുവൻ ജീവിതകാലവും എന്ത് ചെയ്യേണ്ടി വരും, ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. അതാണ് 104 എന്ന് പറയുന്നത്. ഇത്തരം കാര്യത്തിൽ വേറെ ഡൗട്ടൊന്നുമില്ല, ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത സെക്ഷനിലേക്ക് കിടക്കുന്നു. 105. എന്താണ് 105 എന്നറിയാമോ? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഞാൻ ചില സെക്ഷൻസ് നിങ്ങളടുത്ത് അതുപോലെ കാണാതെ പഠിക്കാൻ പറയും. നിങ്ങൾ എന്ത് ചെയ്തേ മതിയാവത്തുള്ളൂ, അത് അതുപോലെ തന്നെ കാണാതെ പഠിച്ചേ മതിയാവത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താണ് 105? 105 എന്ന് പറഞ്ഞാല് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാണ്. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ് അതിൽ തന്നിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ വായിച്ചു തരാം. ഒരു വ്യക്തിക്ക് മരണം സംഭവിപ്പിക്കാൻ ഇടയുള്ളതോ ശാരീരികമായ പരിക്ക് ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതോ ആയിട്ടുള്ള കൊലപാതകത്തിന് തുല്യമായ നരഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ഈ പറയുന്ന കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. സംഭവം എന്താണ്? ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കാൻ ഇടയുള്ളതോ ശാരീരികമായ പരിക്കുണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തതോ ആയിട്ടുള്ള ഒരു കൊലപാതകം, എന്ന് വെച്ചാൽ ഒരാളെ തട്ടുക അല്ലെങ്കിൽ കൊല്ലുക എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു ഇൻസിഡന്റ്. അപ്പോ അത് എന്താണ്, നരഹത്യക്ക് തുല്യമാണ് അല്ലെ, കൊലപാതകത്തിനും തുല്യമായി ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ആണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നതാണ് എന്ത്, 105. അപ്പോ ഇതൊക്കെ ഇങ്ങനെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റേറ്റ്മെന്റുകളൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. ഇതൊരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. അപ്പൊ 105 നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. എന്താണ്, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ. എന്താണ് അതിനുള്ള ശിക്ഷ എന്നറിയാമോ? ജീവപര്യന്തം തടവോ അല്ലെങ്കിൽ 5 വർഷത്തിൽ കുറയാത്തതോ ആയിട്ട് 10 വർഷം വരെ ആകുന്നതുമായിട്ടുള്ള തടവും കൂടാതെ പിഴയുമാണ്. എന്താണ്, ഒന്നിലും ജീവപര്യന്തം, അല്ലാന്നുണ്ടെങ്കിൽ 5 മുതൽ 10 വർഷം വരെ ആകുന്ന തടവോ കൂടാതെ പിഴയോ കിട്ടുന്നതാണ് എന്ത്, ഈ പറയുന്ന കുറ്റകരമായിട്ട് അല്ലെങ്കിൽ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ എന്ന് പറയുന്നത്. എന്നാൽ ഒരു കൃത്യം മരണം സംഭവിപ്പിക്കാൻ ഇടയുള്ളതാണ് എന്നുള്ള അറിവോടുകൂടി മരണം സംഭവിപ്പിക്കണമെന്നുള്ള ശാരീരിക ഹാനി ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശം ഇല്ലാതെ ചെയ്താൽ 10 വർഷം വരെ ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ച് ലഭിക്കുന്നതാണ്. എന്താണ്, ഇപ്പോ 2 കേസ് പറയുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് മനഃപൂർവ്വം ഒരാളെ കൊല്ലാൻ ശ്രമിച്ചാൽ അതെന്താണ്, അത് ഈ പറയുന്ന ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 5 മുതൽ 10 വർഷം വരെ തടവ് കിട്ടും, കൂടാതെ പിഴയും കിട്ടും. എന്നാൽ ഒരു കൃത്യം മരണം സംഭവിപ്പിക്കാൻ ഇടയുള്ളതാണെന്ന് അറിവോടുകൂടിയും മരണം സംഭവിപ്പിക്കണമെന്നുള്ള ഒരു ശാരീരിക ഹാനി ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശമില്ലാതെ ചെയ്താൽ, എന്ന് വെച്ചാൽ നമുക്കറിയാം ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്താൽ അയാൾ മരിക്കും, പക്ഷെ എനിക്ക് അയാളെ കൊല്ലണം എന്നുള്ള ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ ചെയ്തൊരു കാരണത്താൽ അയാൾ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടുന്ന ശിക്ഷ എന്ന് പറയുന്നത് 10 വർഷം വരെ ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തില്ല, ജീവപര്യന്തം ഇല്ല. 10 വർഷം വരെ ആകുന്ന തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുന്ന ഒരു കുറ്റകൃത്യമാണ് എന്ത്, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ 5 സെക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ക്ലിയർ ആയി പഠിച്ചു വെച്ചേക്കുക. നമ്മൾ പറഞ്ഞെന്താണ്, കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ. അപ്പൊ കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയെ കുറിച്ച് പരാമർശിക്കുന്നത് 105-ലാണ്. അതിനകത്ത് തന്നെ 2 കേസുകൾ വരുന്നുണ്ട്. ഒന്ന് കൊലപാതകമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് കൂടിയിട്ടുള്ള ഒരു കൃത്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്ത് കിട്ടും, ജീവപര്യന്തം തടവ് അല്ലെങ്കിൽ 5 മുതൽ 10 വർഷം വരെയുള്ള തടവ് കൂടാതെ പിഴ കിട്ടും. രണ്ടാമത്തെ ഇൻസിഡന്റ് എന്താണ്, അവിടെ കൊലപാതകം അല്ലെങ്കിൽ ഈ സംഭവം കൊലപാതകത്തിലേക്ക് നയിച്ചേക്കാമെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവനെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം നമുക്കില്ലായിരുന്നു. അങ്ങനെ ചെയ്യുന്ന ഒരു ഇൻസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ 10 വർഷം വരെ തടവാണ്, അവിടെ ജീവപര്യന്തമില്ല, കൂടാതെ പിഴയും കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാണെങ്കിൽ അത് 105-ആണ്. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. അപ്പൊ നമ്മൾ 100 പറഞ്ഞത് എന്താണ്, 100ാമത്തെ സെക്ഷനിൽ നമ്മൾ എന്താണ് പറഞ്ഞത്, കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യ. 101-ൽ നമ്മൾ എന്താണ് പറഞ്ഞത്, മർഡർ, കൊലപാതകം. 102-ൽ നമ്മൾ എന്താണ് പറഞ്ഞത്, ആള് മാറിക്കൊല്ലുക. ഒന്നാമത്തവനെ മാറിയിട്ട് നമ്മൾ രണ്ടാമത്തവനെ കൊല്ലുന്നു, അത് 102-ആണ്. 103-ൽ നമ്മൾ എന്ത് പറഞ്ഞു, കൊലപാതകങ്ങൾക്കുള്ള ശിക്ഷ അല്ലെങ്കിൽ കൊലപാതകത്തിനുള്ള ശിക്ഷയാണെങ്കിൽ 103.
103-2 എന്ന് പറഞ്ഞു, മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ആൾക്കൂട്ട ആക്രമണം 103-2. 104 എന്താണ് പറഞ്ഞത്? 104-ാമത്തെ വകുപ്പ്. ഈ 104-ാമത്തെ വകുപ്പാണ് നമ്മുടെ ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി, അല്ലെ, ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകത്തിനുള്ള ശിക്ഷയാണെങ്കിൽ അതെന്താണ്? 104 ആണ്. എന്നാൽ 105 എന്താണ്? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യക്കുള്ള ശിക്ഷയാണെങ്കിൽ അത് ഏത് സെക്ഷനാണ്? 105 ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോ ഈ പറഞ്ഞ 5 സെക്ഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആണേ? സംശയമൊന്നും ഇല്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ 105 വരെയുള്ള സെക്ഷൻസ്. അപ്പൊ നമുക്ക് ഇനി 1-2 സെക്ഷൻസ് കൂടി പഠിക്കാം. നമുക്ക് ഒരുപാട് പ്രഷർ തന്നാൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം? ഒരു സെക്ഷൻ കൂടി നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് പഠിക്കുന്ന അവസാനത്തെ സെക്ഷനാണ് 106 എന്ന് പറയുന്നത്. അപ്പൊ ഈ 106-ൽ എന്താണ് വരുന്നതെന്ന് അറിയാമോ? അശ്രദ്ധ മൂലം മരണം സംഭവിപ്പിക്കുക അല്ലെങ്കിൽ കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ് അല്ലെങ്കിൽ അശ്രദ്ധ കാരണം, നമ്മുടെ ഒരു അശ്രദ്ധ കാരണം ഒരു വ്യക്തിക്ക് ഒരു മരണം സംഭവിച്ചാൽ അത് സെക്ഷൻ 106-നകത്താണ് വരുന്നത്. എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന കേസുകൾ എന്നറിയാമോ? കുറ്റകരമായ നരഹത്യക്ക് തുല്യമല്ലാത്ത ഒരു അവിവേകപരമായതോ അശ്രദ്ധാപരമായിട്ടുള്ളതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ഒരു വ്യക്തിയുടെ മരണത്തിനിടയാക്കിയാൽ പ്രസ്തുത കുറ്റവാളിക്ക് കുറ്റകൃത്യം അല്ലെങ്കിൽ പ്രസ്തുത കുറ്റവാളിക്ക് എന്താണ്? അതൊരു കുറ്റകൃത്യമായി കണക്കാക്കിക്കൊണ്ട് സെക്ഷൻ 106 പ്രകാരം ശിക്ഷ ശ്രദ്ധിക്കുക, 5 വർഷം വരെ ആകുന്നതായിട്ടുള്ള തടവ് ശിക്ഷയ്ക്കോ പിഴ ശിക്ഷയ്ക്കോ അർഹമാണ്. എന്താണ്? നമ്മുടെ ഏതെങ്കിലും അശ്രദ്ധാപരമായിട്ടുള്ള പ്രവൃത്തിയിലൂടെ ഒരു വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ അതെന്താണ്? കുറ്റകൃത്യമാണ്. 5 വർഷം വരെ ആയിട്ടുള്ള തടവും പിഴയും ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ അല്ലെങ്കിൽ എന്താണ്? ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ മെഡിക്കൽ നടപടിക്രമങ്ങൾ ചെയ്യുമ്പോൾ ഇത്തരം പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ 2 വർഷം തടവോ പിഴയോ ശിക്ഷ ലഭിക്കുന്നതാണ്. ഓക്കെ, ഒരു ഡോക്ടറാണ് ഈ പറയുന്ന അശ്രദ്ധ കാരണം ഒരു വ്യക്തിക്ക് മരണം സംഭവിച്ചാൽ ഡോക്ടറിന് 2 വർഷം എന്ത് ചെയ്യാം? ജയിലിനകത്ത് ഇടാനുള്ള വകുപ്പ് BNS-നകത്തുണ്ട്. എന്നാൽ അശ്രദ്ധ കാരണമായിട്ട് വാഹനം ഓടിച്ചാൽ മറ്റൊരു വ്യക്തിയുടെ മരണത്തിന് കാരണമാക്കുന്നത് കുറ്റകരമായ നരഹത്യക്ക് തുല്യമല്ലാത്തൊരു കുറ്റകൃത്യമാണ്. കൂടാതെ സംഭവം നടന്ന ഉടനെ എന്ത് ചെയ്യുക? ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ ഒരു മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ രക്ഷപ്പെടുന്ന വ്യക്തിക്ക് 10 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷ നൽകിക്കൊണ്ട് ശിക്ഷയും പിഴയ്ക്കും അർഹമുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചു, അത് ഓക്കെ. എന്നാൽ അങ്ങനെ അശ്രദ്ധമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനെയോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയോ മജിസ്ട്രേറ്റിനെയോ അറിയിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ പ്രസ്തുത വ്യക്തി എന്ത് ചെയ്യും? 10 വർഷം വരെയായി നീണ്ടു നിൽക്കുന്ന തടവ് ശിക്ഷയ്ക്കും പിഴ ശിക്ഷയ്ക്കും അർഹതയുണ്ട് കേട്ടോ. ഇതൊക്കെ മാറുന്ന കാലത്തിനനുസരിച്ച് വന്ന മാറിയ പുതിയ നിയമങ്ങളാണ്. സത്യം പറഞ്ഞാല് ഈ ശിക്ഷയൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ്, അല്ലെ? അശ്രദ്ധമായി വാഹനം ഓടിച്ചു, ഒരു വണ്ടി ഇടിച്ചു, ഒരു വ്യക്തിയെ ഇടിച്ചു, അങ്ങനെ ഇടിച്ച ആ വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വി ആർ റെസ്പോൺസിബിൾ. നമ്മൾ എന്ത് ചെയ്യണം? വ്യക്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനെയുള്ള വ്യക്തിയുടെ ബാക്കി ചിലവുകൾ നമ്മൾ വഹിക്കണം. അങ്ങനെയുള്ള വ്യക്തിയുടെ കൂടെ നമ്മൾ നിൽക്കണം, അല്ലെ? അല്ലാതെ അവിടെ നിന്ന് ഒരു ഉദ്യോഗസ്ഥനെയും അറിയിക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ 10 വർഷം വരെ അകത്ത് കിടക്കും. വണ്ടി ഓടിക്കുമ്പോൾ വാഹനം ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഇതിനകത്ത് നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്ത് ഒരു സബ് ക്ലോസ് കൂടി വരുന്നുണ്ട്. ഈ വകുപ്പ് പ്രകാരം ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നാൽ ഒരു ദേശീയ, ഇതിനകത്ത് ഈ പറയുന്ന രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് പറയുന്നതിന്റെ ഒരു നിർവചനം പറയുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് കേട്ടിരിക്കുക, വലിയ ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും കേട്ടിരിക്കുക. ഈ വകുപ്പ് പ്രകാരം ആരാണ് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ഒരു ദേശീയ മെഡിക്കൽ കമ്മീഷൻ ആക്ട് 2019 പ്രകാരം ഒരു അംഗീകൃത മെഡിക്കൽ യോഗ്യതയുള്ളതും കൂടാതെ പ്രസ്തുത നിയമപ്രകാരം ദേശീയ മെഡിക്കൽ രജിസ്റ്ററിലോ സംസ്ഥാന മെഡിക്കൽ രജിസ്റ്ററിലോ പേരുൾപ്പെട്ട ഒരു വ്യക്തി എന്നതാണ് അർത്ഥം. എന്ന് വെച്ചാൽ ലൈസൻസ് ഉള്ള ഒരു ഡോക്ടറിനെയാണ് നമ്മൾ അവിടെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നതെന്നാണ് ഇതിന്റെ മൊത്തത്തിലുള്ള സാരം എന്ന് പറഞ്ഞത്. ഓക്കെ അല്ലേ? അപ്പൊ 106 വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിനകത്ത് 3 സബ് ക്ലോസുകൾ പറയുന്നുണ്ട്, 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരിക്കലും തെറ്റിക്കരുത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നും കൂടി പറയുന്നു, അശ്രദ്ധ കാരണം മരണം സംഭവിക്കുകയാണെങ്കിൽ അത് 106 ആണ് കേട്ടോ. 106 ഒന്നും കൂടി മൊത്തത്തിൽ പറയാം, എന്നിട്ട് 106 കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു 100 കൾപ്പബിൾ ഹോമിസൈഡ് ആണ്, നമുക്കറിയാം. കുറ്റകരമായ നരഹത്യ 101 കൊലപാതകം നമുക്കറിയാം. 102 ആളുമാറി കൊല്ലുക നമുക്കറിയാം. 103 എന്താണ്? കൊലപാതകത്തിനുള്ള ശിക്ഷ നമുക്കറിയാം. 103-2 മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ആൾക്കൂട്ടാക്രമണം നമുക്കറിയാം. 104 എന്താണ്? നമ്മുടെ ഈ പറയുന്ന ഒരു ജീവപര്യന്തം തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തി നടത്തുന്ന കൊലപാതകമാണെങ്കിൽ അത് 104 ആണ്.
105 എന്നാണ് നമ്മൾ പറഞ്ഞത്. 105 എന്നാണ് പറഞ്ഞത്. 105 പറഞ്ഞത് കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ ഇമ്പോർട്ടന്റ് ആണെന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ പഠിച്ചു വെച്ചേക്കുക. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാണെങ്കിൽ 105. നമ്മൾ ഇന്ന് അവസാനം പറഞ്ഞു നിർത്തിയത് 106. എന്താണ്? അശ്രദ്ധ കാരണമുള്ള മരണമാണ് അല്ലെ. അശ്രദ്ധ കാരണമുള്ള മരണം 106 ആണ്. എന്നാൽ 105 എന്താണ്? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ 105. 106 എന്ന് പറഞ്ഞാൽ അശ്രദ്ധ കാരണം മരണം സംഭവിക്കുന്നത് 106 ആണ്. എന്താണ് ഈ അശ്രദ്ധയ്ക്കകത്ത് വരുന്ന ഡെഫിനിഷൻസ് എന്താണ്? ഇതിനകത്ത് പറയുന്നത് നമ്മുടെ ഏതെങ്കിലും അശ്രദ്ധപരമായിട്ടുള്ള ഒരു പ്രവൃത്തി ഒരു വ്യക്തിയുടെ മരണത്തിന് ഇടയാക്കിയാൽ പ്രസ്തുത കുറ്റവാളിക്ക് എന്ത് കിട്ടും? 5 വർഷം വരെ ആകുന്ന തടവ് ശിക്ഷ കിട്ടുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ ഈ ഒരു അശ്രദ്ധ ചെയ്യുന്നത് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അയാളുടെ ജോലിക്കിടയിലാണെന്നുണ്ടെങ്കിൽ 2 വർഷം വരെയുള്ള ശിക്ഷയും പിഴയും കിട്ടുന്നതാണെന്ന് പറഞ്ഞു. എന്നാൽ അശ്രദ്ധപൂർണ്ണമായിട്ട് വാഹനം ഓടിച്ചുകൊണ്ട് ആൾക്കാരെ അറിയിക്കാതെ, പോലീസിനെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥനെയും മജിസ്ട്രേറ്റിനെ ഒന്നും അറിയിക്കാതെ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവിടെ 10 വർഷം വരെ ആവുന്ന തടവ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ എന്താണ് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാൽ ആരാണ്? 2019 വർഷം ശ്രദ്ധിക്കുക. 2019 ദേശീയ മെഡിക്കൽ കമ്മീഷൻ ആക്ട് പ്രകാരം ഒരു അംഗീകൃത മെഡിക്കൽ യോഗ്യതയുള്ള ദേശീയ മെഡിക്കൽ രജിസ്റ്ററിലോ സംസ്ഥാന മെഡിക്കൽ രജിസ്റ്ററിലോ പേരുൾപ്പെട്ട വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. അപ്പൊ 100 എന്താണ്? കൾപ്പബിൾ ഹോമിസൈഡ് അല്ലെങ്കിൽ കുറ്റകരമായ നരഹത്യ. 101 കൊലപാതകം. 102 ആള് മാറി കൊല്ലുക. 103 എന്താണ്? കൊലപാതകത്തിനുള്ള ശിക്ഷ. 103 2 എന്ന് പറഞ്ഞാൽ എന്താണ്? മോബ് ലിഞ്ചിങ് അല്ലെങ്കിൽ ആൾക്കൂട്ടാക്രമണം. 104 എന്ന് പറഞ്ഞാൽ എന്താണ്? 104 ഈ പറയുന്ന ഒരു ജീവപര്യന്ത തടവിന് വിധിക്കപ്പെട്ട ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ വ്യക്തി കൊലപാതകം ചെയ്താൽ അതിനുള്ള ശിക്ഷയാണ് 104 പറയുന്നത്. 105 എന്ന് പറഞ്ഞാൽ എന്താണ്? കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യയാണ് 105 എന്ന് പറയുന്നത്. കൊലപാതകമാകാത്ത കുറ്റകരമായ നരഹത്യ അല്ലെ. പിന്നെ 106 നമ്മൾ പറഞ്ഞു അശ്രദ്ധപൂർണ്ണമായിട്ടുള്ള മരണമാണ് എന്ത്? 106. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എത്ര സെക്ഷൻസ് പഠിച്ചു? 5, 6, 7 അല്ലെ. 7 സെക്ഷൻസ് പഠിച്ചു. 7 നമ്മൾ നിർത്തുകയാണ്. കാരണം ഇത്രയും കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള സെക്ഷൻസ് ആണ്. അപ്പൊ ഇനി വരുന്ന ബാക്കിയുള്ള BNSന്റെ ക്ലാസ്സുകൾ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ബാക്കി ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ പറയുന്ന ബാച്ച് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ബാച്ച് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ഈ നമ്പറിലേക്ക് വിളിക്കരുത്, കോൾ എനേബിൾഡ് നമ്പർ അല്ല. ഒന്നും കൂടി ഞാൻ നമ്പർ പറയുകയാണ്: 9961116927 കേട്ടോ. അപ്പൊ ഈ നമ്പറിൽ എന്ത് ചെയ്താൽ മതി? 600 രൂപയാണ് പേയ്മെന്റ് ചെയ്തിട്ട് ഇതേ നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് വാട്സ്ആപ്പിൽ അയച്ചാൽ മതി. നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതിനകത്തുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നോട്ട്സും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കാം. നമുക്ക് ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 20 മാർക്കിന് നമുക്ക് എന്ത് കിട്ടണം? ഒരു 18 മാർക്കിന് മുകളിൽ കിട്ടിയേ പറ്റത്തുള്ളൂ. നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ഫോളോ ചെയ്തവർക്ക് കൃത്യമായത് കിട്ടുന്നതായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം? ഒരു 19-20 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഇത്തവണത്തെ CPOയിൽ നമുക്ക് ഇതിലൂടെ അടിച്ചെടുക്കാം. അപ്പൊ എന്തായാലും ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോയിൽ നിന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി വീഡിയോ എത്തിച്ചു കൊടുക്കുക. പുതിയൊരു ക്ലാസ്സിന് വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്ക് എല്ലാവർക്കും ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.